ഡിസ്ക്ലൈമർ 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 വയലൻസ് വയലൻസ് വയലൻസ്. ഡിസ്ക്ലൈമർ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്റെ വായിൽ നിന്ന് നല്ല കണ്ടത്തിൽ എന്തെങ്കിലും വീഴും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 വേസ്റ്റുകളെ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ ആളുടെ പേര് തുപ്പൽ, രണ്ടാമത്തെ ആളുടെ പേര് ഷർദൽ, മൂന്നാമത്തെ ആളുടെ പേര് ഇങ്ങനെ പച്ചക്ക് പറയുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കരുത്, തീട്ടം, പച്ച തീട്ടം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ആദ്യം തുപ്പലിന്റെ വീഡിയോ കാണാം. എല്ലാ മതങ്ങളല്ലേ, മതങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് വകയില എല്ലാ മതങ്ങൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്? അങ്ങനെ പറയരുത്. കാരണം വേറൊന്നല്ല, നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾക്ക് മതങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, മറ്റുള്ളവരുടെ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാതിരുന്നാൽ പോരെ, എന്നാൽ തന്നെ പകുതി പ്രശ്നം തീരും. പക്ഷേ ഇന്നത്തെ ഈവിള് ഏറ്റവും കൂടുതൽ ഈവിളായിട്ടുള്ളത് ഇസ്ലാമാണ് എന്നാണ് ഡോക്കൻസ് പച്ചയ്ക്ക് പറയുന്നത്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇയാള് ഇസ്ലാം മതത്തെ മാത്രം കുറ്റം പറയുന്ന ഒരാളാണെന്ന്. അങ്ങനെ ഒരിക്കലും അല്ല. ക്രിസ്ത്യാനികളെയും കുറ്റം പറയും, ഹിന്ദുക്കളെയും കുറ്റം പറയും, മുസ്ലിംസിനെയും കുറ്റം പറയും, ഏതൊക്കെ മതം കൊണ്ട് അവരെയൊക്കെ കുറ്റം പറയും. ഇയാളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എടാ നീ ആരാടാ? ഉള്ള മതങ്ങളെയൊക്കെ കുറ്റം പറയാൻ നീ ആരാ? മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസമായിട്ട് ജീവിക്കട്ടെ. നിങ്ങൾക്ക് മതത്തിൽ വിശ്വാസമില്ലാലോ, വിശ്വാസമില്ലേ വിശ്വസിക്കണ്ട. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാതിരുന്നാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നം ഇല്ലാതാകും. അതൊക്കെ പോട്ടെ, ഇയാളെ കോൽ നോക്കടാ. ഒരുമാതിരി മെന്റൽ പേഷ്യന്റ് കഞ്ചാവടിയനായ പോലെ ഉണ്ട്. അതുകൂടി ഇസ്ലാം എന്താണെന്ന് പറഞ്ഞേ ബാക്കിയാക്കട്ടെ. അതിന്റെ കാരണം ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ള മതം ക്രിസ്ത്യാനിറ്റി ആയിരിക്കും. കുറച്ചു മുൻപ് മുസ്ലിംസിനെ പറഞ്ഞു, ഇപ്പൊ ക്രിസ്ത്യാനികളാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇതൊക്കെ എവിടുന്ന് വരുന്നതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ അറിയപ്പെടുന്ന 3 മതങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്, ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം. ഈ 3 പേരെ ഒരേപോലെ കുറ്റപ്പെടുത്തുന്ന നാറിയാണ് ഇയാള്. അവരതിനെ കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നില്ല. അപ്പോഴും ജിഹാദ് എന്ന് പറയുന്നത് ഇതേപോലത്തെ മണ്ടന്മാരൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ള എന്താണെന്നറിയോ? ഈ ജിഹാദികൾ തീർച്ചയായിട്ടും ഉണ്ട്, മുസ്ലിംസിൽ തീർച്ചയായിട്ടും ജിഹാദികളുണ്ട്. ഈ ഏതെങ്കിലും ഒരു 10 പേര് അതേപോലെ ചെയ്തെന്ന് വെച്ചിട്ട് ആ മതത്തിലുള്ള എല്ലാവരെയും ഇതേപോലെ കാണുന്നതാണ് ഇതേപോലത്തെ നാറികളുടെ പരിപാടി. ഇവനിക്കൊക്കെ ബുദ്ധിയില്ലായ്മ ജന്മനാ കിട്ടിയത് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു കത്തി നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ഇസ്ലാമിക സമൂഹം പലയിടത്തും, എല്ലായിടത്തും എന്നല്ല പലയിടത്തും മുന്നോട്ട് വെക്കുന്നു. നിങ്ങളെ വായിൽ നിന്ന് ഞങ്ങൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലായിടത്തും ഉണ്ട് ഈ ജിഹാദികൾ, അങ്ങനെ തന്നെ പറ. കാരണം നിങ്ങളെ വാക്കുകളൊന്നും ജനങ്ങൾ മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. കാരണം നിങ്ങളൊക്കെ തീട്ട കാറ്റഗറിയാണ്. മനസ്സിലായോ? ഇസ്ലാം ആണ് എന്ത് ലാമാ? ഇസ്ലാം അല്ല, ഇസ്ലാം അങ്ങനെ പറഞ്ഞാൽ മതി. ഇതെന്തിനാ സാഹിത്യം കൂട്ടുന്നതല്ലേ പൊട്ട ആണ്. ഇപ്പോഴും പാണ്ടിലോറിക്ക് പുറകെ ഓടുന്ന പട്ടി. ഗൈസ് കേട്ടില്ലേ? ഓരോ ഇസ്ലാം വിശ്വാസികളെയും പാണ്ടിലോറിക്ക് പുറകെ പോകുന്ന പട്ടികളാണെന്ന് പച്ചക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച നാറിയാണിത്. ഇവനൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിന്നെ പെറ്റിട്ടത് തീട്ടത്തിലാണോ? അറിവ്, അതുപോലെ തന്നെ തെളിവ്, അതേപോലെയുള്ള കാര്യങ്ങളുണ്ട്. മതങ്ങളെല്ലാം പകച്ചു നിൽക്കുകയും ഒപ്പമെത്താനായി പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോഴും അതയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇസ്ലാം മതം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള ഒരു മതമാണ്. ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് വിശ്വസിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാതിരുന്നാ പോരെ. പിന്നെ എന്തിനാ നാറിയ വർത്താനം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ട് നക്കി തിന്നാൻ നോക്കുന്നതല്ലേ? ഒരു കാരണവശാലും യാതൊരു പരിഷ്കരണവും അനുവദിക്കില്ല. ഒരു എന്ന രീതിയിൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പരിഷ്കരിക്കാത്ത മതങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടകരമായ വസ്തു. പറഞ്ഞുകൊണ്ട് വന്നത് ഇസ്ലാം മതം എന്ന് പറയുന്ന മതം ഭയങ്കര അപകടം പിടിച്ച മതമാണെന്നാണ്. ഇയാള് ഒരു നാസ്തികനാണ്, അതായത് മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷേ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് നല്ലൊരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ചെയ്തിട്ട് പച്ചക്ക് പറഞ്ഞു കൊടുത്ത് നാറിക്ക്. അപ്പൊ ഇയാളെ തന്നെ വേറൊരു വീഡിയോ ഉണ്ട്, അതുകൂടി കാണാം. നോയമ്പെടുക്കുന്നതിനെ കുറിച്ച് പറയാനുണ്ട്. നോയമ്പ് രാവിലെ വെള്ള കീറുമ്പോ നോയമ്പെടുക്കുക, അസ്തമയം കാണുമ്പോ തീരുക, അതാണ് പകൽ സമയമാണ്. ഓക്കെ നോമ്പ് എന്ന് വെച്ചാൽ രാവിലെ വെള്ള കീറുമ്പോ തുടങ്ങിയിട്ട് അസ്തമിക്കുമ്പോ മുറിക്കുക, അതാണ് ഉദ്ദേശിച്ചുകൊണ്ട് വന്നത്. ഇയാൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ഓക്കെ, ബാക്കിയാകട്ടെ. പാനീയങ്ങൾ ഉപേക്ഷിക്കുക, ഇതൊരു പഞ്ചായത്തില് ആ സമയത്ത് തുടങ്ങുമ്പോൾ തീരുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പൊ നോർവേ പോലെയുള്ള സ്ഥലങ്ങൾ, ഐസ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ രാത്രി 2 മണിക്ക് 3 മണിക്ക് എല്ലാം സൂര്യൻ ഇങ്ങനെ ഉണ്ട്, വെള്ള കീറി തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയുള്ളപ്പോൾ അവരെന്താ ചെയ്യാൻ? അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ പൊട്ടനാണെന്ന്. കാരണം വേറൊന്നുമല്ല, നോയമ്പ് എന്ന് വെച്ചാൽ സ്വബൈ വാങ്ങിന് തുടങ്ങിയിട്ട് മഗ്‌രിബ് വാങ്ങിന് അവസാനിക്കുന്നതാണ് നോയമ്പ്. അല്ലാതെ വെള്ള കാണുമ്പോൾ നോയമ്പ് എടുക്കണം എന്നല്ല, അതല്ല നിയമം. സ്വബൈ വാങ്ങ് കൊടുക്കുമ്പോൾ തുടങ്ങിയിട്ട് മഗ്‌രിബ് വാങ്ങ് കൊടുക്കുമ്പോൾ അവസാനിക്കുന്നു. അല്ലാതെ വെള്ള കാണുമ്പോൾ അതൊന്നല്ലേ. പൊട്ടൻ തന്നെ കേട്ടാ, പൊട്ടൻ തന്നെ. പൊട്ടനാണെന്ന് വീണ്ടും തെളിയിച്ചല്ലേ? ബുദ്ധിയില്ലായ്മ. ഇതിന്റെ മുടിയൊക്കെ നോക്കടാ, കുളിച്ചിട്ട് മാസങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മുടിയൊക്കെ ജട പിടിച്ചിക്ക്. ഇപ്പൊ പൊട്ടൻ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് കേട്ടാ. ഒന്നും കൂടി ബാക്കി കൂടി കേട്ടെ, ബാക്കി കൂടി കേട്ടാ നിങ്ങൾ തീർച്ചയായിട്ടും ചിരിക്കും. പകല് മാത്രമാണുള്ളത്, സൂര്യൻ അസ്തമിക്കുന്നില്ല. പക്ഷെ ആചാരം എന്ന് പറയുന്നത് ഒരു നോക്കണ്ട. ഓരോരുത്തരൊക്കെ കണ്ടല്ലോ, UAE പോയി കഴിഞ്ഞാല് ആ മഗ്രിബോ എന്താണ് പറയുന്നത് ഇയാള്? മഗ്രിബോ അങ്ങനെ, മഗ്രിബല്ല മഗ്രിബ് അങ്ങനെയാണ്. ആ ഒരു വെപ്രാളത്തിന് കഴിക്കാതെ ആഹാരം കഴിക്കാനെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കാനായിട്ട് പോവാണ്. ഇതൊന്നും അവിടെ നടക്കത്തില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി 2 മണി 3 മണി 4 മണിക്കൊക്കെ സൂര്യൻ ഇങ്ങനെ നിൽക്കാണ്. അവൻ എങ്ങോട്ട് ഓടി പോകും? ഇവൻ എങ്ങോട്ട് ഓടിപ്പോകുന്നില്ല നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങളെ കാലിന്റെ ഇടയിലോട്ട് ഓടിപ്പോകും. നിങ്ങളെന്ന് പറയണ്ട, നിങ്ങളുടെ അമ്മയുടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ലല്ലോ അല്ലേ?
ഇയാള് എന്തൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നതല്ലേ? എന്നിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറെ വിവരമില്ലാത്ത സംഖ്യകളാ. നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് നാറികളെ. അവർ ചുമ്മാ എന്തെങ്കിലും ഉടായ്പനായോ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരും. അതായത് എന്താടാ പേളയാ കാക്കാക്ക്? ഇയാളെ കൊണ്ട് കോമഡി തന്നെ കഴിച്ചട്ടാ. എന്തെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നത് ബാക്കിയാക്കട്ടെ. മതം എന്തുമാത്രം മാറിയിട്ടുണ്ട്, അവർ മാറാത്താണെന്ന് പറയാം. അവർ എന്തുമാത്രം മാറി. ഇപ്പൊ ഇസ്ലാമിലൊക്കെ തന്നെ ഫോട്ടോഗ്രാഫ് പാടില്ല, സിനിമ പാടില്ല, സംഗീതം പാടില്ല. ഓരോ പണ്ഡിതന്മാര് പറയാറില്ല സംഗീതം പാടില്ല എന്നൊക്കെ. അങ്ങനെ പണ്ഡിതന്മാര് പറഞ്ഞ പാടെ തന്നെ എല്ലാവരും അങ്ങ് അംഗീകരിച്ച് കൊടുക്കാൻ നിന്നതാണോ? നിങ്ങൾ അങ്ങനെയാണോ ഇസ്ലാം മതത്തെ കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്റെ ഈ വീഡിയോ കാണൂല. നിങ്ങൾ ഇസ്ലാം മതത്തിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്റെ ഈ വീഡിയോ കാണൂല. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും പണ്ഡിതന്മാർ പറയുന്നത് വിശ്വസിക്കാൻ നിൽക്കുന്ന ആളുകളല്ല. കാരണം വേറൊന്നല്ല, കുറെ മണ്ടന്മാരായ പണ്ഡിതന്മാര് പലതും പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നല്ല റെഡിക്ക് പറഞ്ഞാല്. ഞങ്ങളെ വിശ്വാസമായിട്ട് ഞങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ജീവിച്ചോ. മറ്റുള്ള മതക്കാരെ കുറ്റം പറയാണ്ട് നമ്മെ നാറി. ഒരു വിരുന്നിനൊക്കെ കണ്ടിട്ടില്ലേ ഓരോരുത്തര്, ഞാൻ വിരുന്നിനൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു നിൽക്കും. വിരുന്ന് സമയമാകുമ്പോ നല്ല കയറി വന്ന് പോയി ഉണ്ടിട്ട് പോകും. അതുപോലെ ഉള്ളൂ. എടാ ആ ചിരി പൈസക്കില്ലേ? തമാശ പറയുന്നല്ല, ആ ചിരി ഒന്ന് ശ്രദ്ധിച്ചേ. അല്ലാണ് ഒരു സത്യം പറയാ, ചിരി ഉണ്ടല്ലോ കോമഡി ആയിപ്പോയിട്ടുണ്ട് കേട്ടാ. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങളെ ചിരി ഭയങ്കരമായിട്ടുള്ള കോമഡി. ഇനി സംഖ്യകൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ഇയാളത് തന്നെയാണ് കാണാം. ഒരു ഉത്സവത്തിനൊക്കെ പോകുമ്പോ തന്നെ അറിയാലോ, ഉത്സവത്തിന്റെ അടുത്തൂടെ പോകും. നിങ്ങൾക്ക് ഉത്സവം ഇല്ല, അവൻ ഉത്സവം, നിങ്ങൾക്ക് യാതന. നിങ്ങളുടെ വണ്ടി അവിടെ ഇട്ടേക്കണം, 1 മണിക്കൂർ അവിടെ കിടക്കണം. അവൻ വണ്ടി വന്ന് അടിക്കും. എവിടെ പോകുന്ന അവിടെ കിടക്കും. അത് പറഞ്ഞ റെഡിയല്ലേ? പക്ഷെ മറ്റുള്ള മതക്കാർ വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താ? അവരുടെ വിശ്വാസമായിട്ട് അവർ ജീവിക്കട്ടെ. നിങ്ങളെ വിശ്വാസമായിട്ട് നിങ്ങൾ ജീവിക്കുക. അതല്ല അതിന്റെ ഒരു ന്യായമായിട്ടുള്ള ഒരു ന്യായം അല്ലേ? ഇതേപോലെ നാരിത്തരൊക്കെ പറഞ്ഞിട്ട് നക്കി തിന്നാൻ നോക്കുന്ന നാറിയത്. നിങ്ങൾക്ക് ഇയാളെ 32 പല്ലും കാണണോ? അല്ലാണ് ഒത്തേ ചിരി വരുന്നുണ്ട്, അല്ലാണ് ചിരി വരുന്നുണ്ട്. എന്തായാലും ബാക്കിയാക്കട്ടെ. അത് ഏത് ജാതിക്കാർ ഉത്സവം നടത്തുന്നുണ്ടാന്ന് ചോദിച്ചാൽ പറയും നിങ്ങൾ അവിടെ നമ്പൂതിരി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ദളിത് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നപ്പോൾ പറഞ്ഞു. എടാ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാനും ആളുകളുണ്ടേ. അവന്മാരൊക്കെ എന്താ രാവിലെ ചെയ്യുന്നറിയോ? നേരെ ബാത്റൂമിൽ പോയിട്ട് അവിടെ ഒഴിവാക്കുന്നത് അവിടെ തന്നെ തിന്ന് വയറ് നടക്കുന്ന ടീമായിരിക്കും ഇതൊക്കെ അല്ലേ? എല്ലാം ഇതൊക്കെ കേട്ടിട്ട് ചിരി വരുന്ന നാറികൾ ഉണ്ടല്ലോ ഈ നാട്ടിൽ. അത് കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. എന്തായാലും തുപ്പലിന്റെ വീഡിയോ ഇത്ര മതി. അടുത്ത ഷർദലിനെ വിളി. ഐസിസ് ആണ് മോസ്കോയിലും പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു മിനിറ്റ്, എന്താ ഫസ്റ്റ് പറഞ്ഞേ? ഐസിസ് ആണ്. ഐസിസ് അല്ലേ? ഐസിസ് എന്നാണ് പറഞ്ഞത്. വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചോ. ഇതിനുള്ള മറുപടി നമുക്ക് അടുത്ത വീഡിയോ കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയിട്ട് കുറെ നേരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ പാർട്ട് 2 വരും, അതിൽ കൊടുക്കുക. തുപ്പലിനും ഷർദലിനും നീട്ടത്തിനൊക്കെ. എന്തായാലും ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. This is the vomiting song. This is the vomiting song. This is the vomiting song. It goes a little bit like this.